ഏകാധിപത്യമല്ലേ? ശത്രുഘ്നപിള്ളേ, അവസരങ്ങൾ ഉണ്ടാക്കരുത്. നിർത്തണോ? മറുപടി പറയാനവർ പറയട്ടെ. താനാണ് ഇവിടെ? ശത്രുഘ്നപിള്ള, മര്യാദയ്ക്ക് സംസാരിക്കണം. താനെന്നെ മര്യാദ പഠിപ്പിക്കാണോ? അച്ഛന്റെ പ്രായമുണ്ടല്ലോ മിസ്റ്റർ, പ്രായത്തെങ്കിലും ബഹുമാനിച്ചൂടെ? വക്കാലത്ത് ഏറ്റുപിടിക്കാൻ നീ ആരാ റാസ്കൽ? മതയാനയാകാൻ ശ്രമിക്കരുത്. എന്തൊക്കെ ഉണ്ടെങ്കിലും എന്ത്, ഇതുപോലൊരെണ്ണം മതിയല്ലോ. വന്നട്ടെ. അളിയൻ എന്ത് തെമ്മാടിത്തരാ കാണിച്ചത്? ശങ്കുമാവൻ ഞങ്ങളെയൊക്കെ എടുത്തു വളർത്തിയ ആളാ. ആ മുഖത്തൊന്ന് തറപ്പിച്ച് നോക്കാൻ പോലും ഇവിടെ ആരും ധൈര്യപ്പെട്ടിട്ടില്ല. മീനാക്ഷി ഓർത്തിട്ടാ, അല്ലെങ്കിലുണ്ടല്ലോ ഒരു തെറ്റ് പറ്റിപ്പോയി, ഇനി ആവർത്തിക്കാതിരുന്നാ മതിയല്ലോ. അന്തസ്സായ അഭിപ്രായം. അപ്പൊ നമുക്ക് ഊണ് കഴിക്കാം അല്ലേ? മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയാം. നൗ വി ക്യാൻ ഹാവ് ഫുഡ്. വേണ്ട, വല്യമാമ ഉണ്ടല്ലോ. ഇന്നിവിടെ ആരും ഊണ് കഴിക്കണ്ട. ഗോപു, വിളമ്പി കഴിഞ്ഞ ഉണ്ണാത്ത ചരിത്രം പയ്യാരത്ത് ഉണ്ടായിട്ടില്ല. ഓ ഇല്ല, വല്യേട്ടൻ ഊണ് ഞാൻ അപ്പുറത്ത് കൊടുത്തോളാം. ആ, എല്ലാവരും ഊണ് കഴിക്കാ. ആവശ്യമില്ല. അമ്മായി പറഞ്ഞതല്ലേ, ശത്രു ചേട്ടൻ ശത്രു പറഞ്ഞിട്ട് വന്നുണ്ടാട്ടെ. വേണ്ട, എനിക്ക് ഈ പിച്ചച്ചോറ് വേണ്ട. ശത്രുട്ടാ, ദേ ഇന്ന് തറവാട്ടിൽ ഒരിക്കലൂണാ. രാത്രി പച്ച വെള്ളം പോലും കിട്ടില്ല കേട്ടോ. ഓ, മീനാക്ഷി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ തന്നെ ഈ ഊണെന്ന് പഴച്ചു. ഉണ്ണാം. വരട്ടെ. ശങ്കമാനെ തല്ലിയത് മാപ്പില്ലാത്ത കുറ്റം ചെയ്ത തറവാട്ടിൽ ചില പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഒന്നും പറഞ്ഞു കൊടുത്തില്ലേ മീനാക്ഷി? എന്നാ കേട്ടോളൂ, 101 പ്രാവശ്യം ഏത്തവിടുക. തറവാട്ട് നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നവർ ഇവിടെ കഴിഞ്ഞാ മതി. ആ ഇട്ടോ. 1 കുനിയട്ടെ. 2 3 4. അതിനിപ്പോ എന്താണ്ടായി? അയാളൊരു വിവരക്കേട് കാണിച്ചു, ക്ഷമിക്കുക. അവൻ അടിച്ചത് തന്നെയല്ല, എന്റെ ചെകിടത്താ. ഇത് കേൾക്കുമ്പോഴാണ് എനിക്ക് ചിരി വേണത്. ആദ്യമായിട്ടല്ലല്ലോ നാരായണക്കുട്ടിയും നാണിക്കുട്ടിയും കല്യാണിക്കുട്ടിയും ഒക്കെ കുട്ടിക്കാലത്ത് ചുണ്ടി വരുമ്പോ തീർക്കണത് ഈ മേത്തായിരുന്നില്ലേ? എല്ലാവർക്കും ശങ്കുമാ ഒരു ചെണ്ടയാ. ഇന്നലെ വന്ന സംബന്ധക്കാരൻ വരൊന്നു കുട്ടി, അയാളുടെ കയ്യെ വേദനിക്കൂ. ഇത് നല്ല തഴമ്പുള്ള ചെണ്ടപ്പുറ. ഒക്കെ അവിടത്തേക്ക് വേണ്ടിയാ. ഞാൻ കൊള്ളു, എന്ത് സഹിക്കും. പക്ഷേ ഈ മനസ്സ് വേദനിക്കരുത്. അത് കാണാനുള്ള ശക്തി ശങ്കുരില്ല. ശങ്കു, ഈ കടം തീർത്താ തീരൂ. ഇവിടെ അതൊന്നുമല്ല പ്രശ്നം. എനിക്ക് വയസ്സായി. ഇനിയുള്ള തലമുറയെ പിടിച്ചു നിർത്താനുള്ള കെൽപ്പ് ശങ്കുനുണ്ടാവും തോന്നുന്നില്ല. അത് തന്നെയാ ഞാനും ആലോചിക്കണത്. ക്ഷണിച്ചു വരുത്തിയത് ആ കുട്ടിയെ. കഷ്ടായി. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിക്കാൻ തരപ്പെട്ടില്ല. ഇനി എവിടെയാ ഒന്ന് അന്വേഷിക്കാം. ഈ ഭൂമിയിൽ എവിടെ ആയാലും കൊണ്ടുവരാം. രാമനാഥന് എനിക്ക് ആവശ്യമുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ നിനക്ക്? രാമനാഥനെ എനിക്ക് ആവശ്യമുണ്ടെന്ന്. കാര്യസ്ഥനായിട്ട്, മകനായിട്ടല്ല. വിഷമിക്കണ്ട. നീ അദ്ദേഹത്തിന് മകനാണെന്ന് എല്ലാവരും അറിയണ ഒരു മുഹൂർത്തം ഉണ്ടാവും. അതുവരെ എല്ലാം ക്ഷമിക്കണം, സഹിക്കണം. ഇതുവരെയുള്ള നിന്റെ ചൂടുവെപ്പുകളെല്ലാം തന്നെ ബുദ്ധിപൂർവമായിരുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ നീ വല്ലാതെ പതിഞ്ഞു കഴിഞ്ഞിരിക്കും. ഇനി പഴയ്ക്കരുത്. അമ്മാമേ, എന്റെ അഗ്നിപരീക്ഷണം നേരിടേണ്ടി വന്നാലും ആത്മസംയമനം ഉണ്ടാവണം. എന്റെ അനന്തരവനാണ് നീ എന്നുള്ള സത്യവും ആരും അറിയരുത്. മനസ്സിലായോ? ഞാൻ അണിയരുത് ഒരു മുഖംമൂടിയാ. ഇന്ന് വരെ അറിഞ്ഞുകൊണ്ട് ആ തറവാട് ദ്രോഹം ചെയ്തിട്ടില്ല. അത്രയ്ക്കുണ്ടാ വലിയ മനുഷ്യനുള്ള കൂറ്. എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ഞാൻ ഈ ചെയ്യുന്ന തെറ്റ. എല്ലാം നിനക്ക് വേണ്ടി, എന്റെ പെങ്ങൾക്ക് വേണ്ടി. ഒക്കെ ഒരു നിയോഗമായിരിക്കും. എല്ലാം കലങ്ങി തെളിയട്ടെ. അതുവരെ ക്ഷമിക്കാം, കാത്തിരിക്കാം. എന്റെ അമ്മയ്ക്ക് വേണ്ടി, എന്റെ അമ്മയ്ക്ക് കൊടുത്ത വാക്ക് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എന്ത് ത്യാഗവും സഹിക്കാം. അമ്മമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം. അതെന്നും ഉണ്ടാവും. നിനക്ക് നല്ലതേ വരും. ആ പുണ്യാത്മാവിന്റെ സന്തതിയല്ലേ.
ശത്രുവിനെ മര്യാദ പഠിപ്പിക്കാൻ രാമനാഥനെ കാര്യസ്ഥനായിട്ട് നിയമിച്ചിരിക്കുന്നു പോലും. അവനെന്തുണ്ടാക്കാനാ? ആ കിഴവനെയാന്ന് തല്ലിയപ്പോ അവന്റെ മോന്തക്കിട്ട് വന്ന് പിടയ്ക്കാൻ എന്റെ കൈ തരിച്ചതാ. പക്ഷെ എന്ത് ചെയ്യാം, രാമനാഥൻ ആ തരിപ്പ് തീർത്ത് കളഞ്ഞു. കുട്ടാ, നീ എണ്ണ അളന്നാ മതി. കൂടെയുള്ള നിന്റെ ഈ എണ്ണയിടയിൽ വേണ്ട കേട്ടോ. ഓ, കൊറേ അനന്തരവന്മാരും സംബന്ധക്കാരും നിങ്ങളുടെയൊക്കെ പിടിപ്പുകൾ കൊണ്ട് ആ തറവാടിൽ ഈ തോന്നിയാസമൊക്കെ നടക്കുന്നത്. പകലന്തിയോളം മാട് പോലെ പണിയെടുക്കും. ശമ്പളവുമില്ല, അഭിപ്രായ സ്വാതന്ത്ര്യവുമില്ല. നാണമില്ലേ നിങ്ങൾക്ക്? കൈ മാണിക്കാൻ എന്തിരിക്കണു? കൗബീനം ചുറ്റിട്ടുണ്ട്. തന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നറിയാം. കാര്യസ്ഥനെ നിയമിച്ചിരിക്കുന്നു. കാര്യസ്ഥനാകാനുള്ള യോഗ്യത എനിക്കില്ലേ? എന്താ മാധവന്റെ അഭിപ്രായം? എനിക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ആ, സദാശിവ നേർക്കോ? ഓ, ഞാൻ ഇതുപോലൊക്കെ തന്നെ കഴിഞ്ഞോളാവേ. ആ, ശ്രീധരനൊന്നും പറയാനില്ലേ? ചന്നന്മാര് അത് വെറുതെ. അതെ, തറവാട് നിറയെ കുട്ടികളുണ്ടല്ലോ. അച്ഛാ, ഈ ശത്രുങ്ങൾ എന്താ പറയണേ? ശത്രു അല്ലേ മോനെ, ശത്രുത ഉണ്ടാക്കാനല്ലേ നോക്കൂ. മോൻ വേഗം കുളിച്ചു കയറ്. ആ, അളിയനെ കാത്തിരിക്കുകയായിരുന്നു. വിവരങ്ങളൊക്കെ അറിഞ്ഞില്ലേ? അറിഞ്ഞു. എന്നെ കാര്യസ്ഥനാക്കണ്ട. അളിയനല്ലേ തറവാടിലെ മൂത്ത അനന്തരവൻ. അളിയനെന്താ തടിപിടിക്കില്ലേ, ബുദ്ധിയില്ലേ, വൈഭവമില്ലേ? അളിയനുള്ളപ്പോ മേൽനോട്ടത്തിന് പുറത്തുനിന്നൊരാളെ ആവശ്യമുണ്ടോന്നാ ഞാൻ ചോദിക്കുന്നത്. കാര്യം കഴുത പറഞ്ഞാലും കേക്കണല്ലോ. ശത്രുവേട്ടൻ പറഞ്ഞത് കാര്യാ. എന്നെ കുറച്ചുകൂടി ആവാല്ലേ? ആവാം. ശത്രുളിയം പറയുന്നതിലും അല്പം കാര്യമൊക്കെ ഉണ്ട്. കാര്യമുണ്ട്. പക്ഷെ ഇത് വല്യമ്മാമയോട് പറയാൻ ആർക്കാ ധൈര്യം? എനിക്ക് ധൈര്യമുണ്ട്, ഞാൻ പറയാം. വേണ്ട, വല്യമ്മാമയുടെ അടുത്ത് നമ്മളിപ്പോ നേരിട്ട് പോണ്ട. പ്രശ്നം നമുക്ക് അമ്മയുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അപ്പൊ തറവാട്ടിൽ വീണ്ടും പ്രതിഷേധ സ്വരം ഉയർന്നു. വല്യമ്മേ, വേണ്ട, ഇന്ന് വരെ ശബ്ദിക്കാതിരുന്നവരൊക്കെ ശബ്ദിച്ചു തുടങ്ങിയിരിക്കണു. ആരായതിന്റെ പിന്നിലെന്ന് മനസ്സിലായി. കൊണ്ടിരിക്കണം ആർക്കൊരു വിളി തോന്നിയെന്ന് പറയണ പോലെയാ. ചിലരൊക്കെ കൊണ്ടാലേ പഠിക്കൂ. വല്യമാമ ചെയ്തത് തെറ്റാ, വലിയ ഒരു തെറ്റ്. എന്താ, നമുക്ക് എല്ലാവർക്കും കൂടി ചെന്നും കൂടി തിരുത്തല്ലേ? നന്ദി ഉണ്ടോടോ നിനക്കൊക്കെ? ആർക്ക് വേണ്ടി ആ മനുഷ്യൻ ജീവിക്കണത്? 1976 മരുമക്കത്തായ അവസാനിച്ചു എന്നും ഈ വിട്ട് കോമരങ്ങൾക്ക് അറിയില്ലേ? ഇന്ന് മക്കത്തായ ആയ കാലത്ത് കല്യാണമൊക്കെ കഴിച്ച് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ കണ്ട സ്വത്തുക്കൾ മുഴുവനും അവർക്കാകുമായിരുന്നില്ലേ? വല്യേട്ടൻ അത് ചെയ്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് അവകാശപ്പെട്ടതാ. വല്യേട്ടൻ നിങ്ങൾക്ക് വേണ്ടി കാത്തു സൂക്ഷിക്കാടാ, ഭൂതം നിധിയാക്കണ പോലെ. വല്യേട്ടനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അത് 100% ശരിയായിരിക്കും. നോക്കേ, ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായി എന്ന് പോലും അവിടെ അറിയണ്ട. ഒയ്ക്കാ, മോശമായി പോയി. ഇത്രയും അംഗങ്ങളെ ഒരു കുടക്കീഴിൽ നിർത്തുക എന്നുള്ളത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. രാമനാഥൻ അത്ഭുതം തോന്നണുണ്ടാവും. ഇതൊക്കെ എങ്ങനെ പ്രാക്ടിക്കലാക്കാൻ കഴിയണമെന്നല്ലേ? അതെ, ഈ വിജയത്തിന്റെ രഹസ്യം എന്താണെന്നറിയോ? എനിക്ക് അറിയാം. അങ്ങ് അനുഷ്ഠിച്ചു വരുന്ന ബ്രഹ്മചര്യവ്രതം. ഒരു വൈരാഗിയായ ബ്രഹ്മചാരിക്ക് മാത്രമേ ഇത്ര വിൽപ്പവറുണ്ടാവൂ. അങ്ങേക്കതുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഒന്നും എന്റെ സാമർഥ്യമല്ല. ഇതാ എന്റെ വല്യമ്മാമ റാവു ബഹദൂർ രാജശേഖരൻ നായർ, എ ക്രോണിക് ബാച്ചിലർ, പുണ്യാത്മാവ്. യദ്യതാചരതി ശ്രേഷ്ഠ തത്തത് ദേവതരോചന സയത് പ്രമാണം കുരുതേ ലോകസ്തനുവർത്തതേ. വിശിഷ്ടന്മാർ എന്ത് പ്രവർത്തിക്കുന്നുവോ അത് പ്രമാണമായി സ്വീകരിച്ച് അനുകരിക്കുക. ഞാൻ അതേ ചെയ്യുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ സപ്തതി ആഘോഷ ദിവസം ഈ തറവാട്ടിന്റെ താക്കോൽ കൂട്ടം എന്നെ ഏൽപ്പിച്ചു. ഒപ്പം ആ ഭഗവത്ഗീതയും. എന്ത് തീരുമാനമെടുക്കുന്നതിന് മുമ്പും ഒരു ആത്മപരിശോധനയ്ക്കായിരിക്കാം. ഇന്ന് വരെ ഞാനത് പാലിച്ചു. ഇനി ഒരു മാസം, അടുത്ത മാസം എന്റെ സപ്തതിയാ. അന്ന് അനന്തരാവകാശിക്ക് വഴിമാറി കൊടുക്കണം. പിന്നെ സ്വസ്ഥം സന്യാസം. അങ്ങേ പോലൊരാള് ഇനി ഉണ്ടാവില്ല, സംശയമില്ല. ഒരു ചാബല്യവും തോന്നാതെ മനസ്സിനെ ദൃഢമാക്കി ഒരു പുരുഷായുസ് മുഴുവൻ ജീവിച്ചിരിക്കുന്ന അങ്ങ് ഒരു മഹാത്ഭുതം തന്നെയാ. ഞാൻ ആ പാദം തൊട്ടൊന്ന് വന്നിച്ചോട്ടെ. താൻ കരഞ്ഞോ? ഏയ് ഇല്ല. തൊഴിലാളികൾക്ക് ശമ്പളത്തൊക്കെ പ്രത്യേകം മാറ്റിവെക്കണം. അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വന്നാലും അതിന് വൗച്ചർ ഉണ്ടാവണം. രാമനാഥനോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. അയ്യോ, അടുക്കള ചെലവിനുള്ള തുക ഓ തന്നേക്കാം.
ചിക്കനും മട്ടനും കൂട്ടിയിട്ടൊന്നുമല്ല ഊണ്.